നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെസ് ബോർഡിൽ കാണുന്ന ഈ പൊസിഷൻ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇതുപോലുള്ള പൊസിഷനുകൾ വരികയാണെങ്കിൽ ഔട്ട്സൈഡ് പാസ് പോൺ, ഓപ്പോസിഷൻ, സ്ക്വയർ തിയറി, വെയിറ്റിംഗ് മൂവ്, സാക്രിഫൈസ്, സെൻട്രലൈസ്ഡ് കിങ് എന്നിവയുടെ പ്രാധാന്യം കൃത്യമായും മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ പൊസിഷനിൽ ആദ്യം നീക്കം നടത്തേണ്ടത് വൈറ്റ് ആണ്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പൊസിഷനിലെ ബെസ്റ്റ് മൂവ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുവാൻ ശ്രമിക്കുക. ബ്ലോക്ക്ഡ് പൊസിഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ വൈറ്റിൻ്റെ 4 പോണുകൾക്കും കിങ്ങിനും നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് A5. എന്തുകൊണ്ടാണ് A5 എന്ന നീക്കം ഈ പൊസിഷനിലെ ബെസ്റ്റ് മൂവ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. A5 എന്ന നീക്കം നടത്തുമ്പോൾ തന്നെ A5-ൽ ഇരിക്കുന്ന പോണിൻ്റെ സ്ക്വയർ തിയറിയിലേക്ക് ബ്ലാക്കിൻ്റെ കിങ് നീക്കം നടത്തുവാൻ നിർബന്ധിതമാകുന്നു. അല്ലെങ്കിൽ B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സാക്രിഫൈസ് ചെയ്ത് A5-ലിരിക്കുന്ന പോണിനെ പാസ് പോണാക്കിക്കൊണ്ട് ഒരു ക്യൂൻ വാഴിച്ചെടുക്കുവാൻ നിഷ്പ്രയാസം വൈറ്റിന് സാധിക്കും. കിങ് D6, പോൺ E3. പോൺ E3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം D5-ലിരിക്കുന്ന പോൺ മുൻപിലോട്ട് നീക്കം നടത്തുന്നത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. കിങ് C6. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് KE5 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നു. KE5, പോൺ G5. G5 എന്ന നീക്കത്തെ നിസ്സാരമായി കാണുവാൻ സാധിക്കില്ല. ബ്ലാക്കിൻ്റെ ലക്ഷ്യം H5, H4 എന്നായിരിക്കും. ബ്ലാക്ക് H4 എന്ന നീക്കം നടത്തുമ്പോൾ G3-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് H4-ലെ പോണിനെ വെട്ടിയെടുക്കുകയും അപ്പോൾ G5-ലിരിക്കുന്ന പോൺ H പോണിനെ വെട്ടുന്ന സമയത്ത് ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ G4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ H5 എന്ന നീക്കത്തിൻ്റെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വൈറ്റിന് സാധിക്കുന്നു. കിങ് B5, KB5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം B5-ലും A5-ലും ഇരിക്കുന്ന പോണുകളെ വെട്ടിയെടുത്ത ശേഷം A6-ൽ ഇരിക്കുന്ന ബ്ലാക്കിൻ്റെ പോണിനെ ഒരു പാസ് പോണാക്കി മാറ്റുക എന്നുള്ളതാണ്. കിങ് ക്രോസ് D5. ഇപ്പോൾ വൈറ്റിന് ഈ ഫയലിൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. കിങ് ക്രോസ് B4, പോൺ E4. ഇനി ഈ പൊസിഷനിൽ ബ്ലാക്കിന് കിങ് ഉപയോഗിച്ചുകൊണ്ട് A5-ലെ പോണിനെ വെട്ടിയെടുക്കാം. അതുമല്ലെങ്കിൽ H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണുകൾ പരസ്പരം ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് G5-ൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കാം. എന്താണ് ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. പോൺ H5, G ക്രോസ് H5, പോൺ G4. ഇപ്പോൾ വൈറ്റ് വിജയിക്കുന്ന ഒരു പൊസിഷനാണ് ചെസ് ബോർഡിലുള്ളത്. ഈ സമയത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നതിൽ വൈറ്റ് പരാജയപ്പെട്ടാൽ ഒരു തോൽവിയോ അല്ലെങ്കിൽ ഒരു സമനിലയിൽ തൃപ്തിപ്പെടുകയോ ചെയ്യേണ്ടി വരും. എന്നാൽ എന്താണ് വൈറ്റിൻ്റെ അടുത്ത നീക്കമെന്ന് നമുക്ക് നോക്കാം. കിങ് D4. എന്താണ് കിങ് D4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം? G4-ൽ ഇരിക്കുന്ന പോണിൻ്റെ സ്ക്വയർ തിയറിയിലേക്ക് കിങ്ങിനെ നീക്കം നടത്തി എന്നുള്ളതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പോൺ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് G5-ൽ ഒരു ക്യൂനിനെ വാഴിച്ചെടുക്കുവാൻ സാധിക്കും. പോൺ G3, കിങ് E3. കിങ് ക്രോസ് A5, പോൺ H6, കിങ് B4, പോൺ H7. അടുത്ത നീക്കത്തോടു കൂടി വൈറ്റിന് പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുന്നു. പോൺ G2, കിങ് F2, പോൺ A5, H8 സമം Q. വൈറ്റ് H8 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോൺ പ്രൊമോഷൻ നടത്തിയതിന് ശേഷം ഒരു ക്യൂവിനെ വാഴിച്ചെടുക്കുന്നു. ഇനി ഈ കളിയിൽ ക്യൂനും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ വൈറ്റിൻ്റെ ആദ്യത്തെ നീക്കം A5 എന്ന നീക്കത്തിന് പകരം B5 എന്ന തെറ്റായ നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ എന്താണ് ഗെയിമിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. പോൺ B5, A ക്രോസ് B5, A ക്രോസ് B5, കിങ് D6, B6, കിങ് C6, കിങ് E5, കിങ് ക്രോസ് B6, കിങ് ക്രോസ് D5, പോൺ H5, കിങ് E6, പോൺ G5, കിങ് F5, പോൺ H4, G ക്രോസ് H4, G ക്രോസ് H4, KG4, KC5, കിങ് ക്രോസ് H4, KD4, കിങ് G3, കിങ് E3, കിങ് G2, കിങ് ക്രോസ് E2. A5 എന്ന നീക്കത്തിന് പകരം
B5 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ വൈറ്റ് വിജയിക്കേണ്ട ഒരു കളി ഒരു സമനിലയിൽ തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.